പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കുറച്ച് നൈറ്റികളാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് സാധിക്കുന്ന ഒരു സംരംഭം എന്ന് പറയുന്നത് നൈറ്റി ബിസിനസ് തന്നെയാണ്. നൈറ്റി കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയുക, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും സെയിൽ ചെയ്യാനെങ്കിലും അറിഞ്ഞാലും മതി. അത്യാവശ്യം നമുക്ക് ഒരു വരുമാനത്തിനുള്ള ഏറ്റവും നല്ലൊരു വരുമാനത്തിനുള്ളൊരു മാർഗ്ഗമായിട്ട് നമ്മുടെ ഈ നൈറ്റി ബിസിനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ വിവിധ തരം നൈറ്റികൾ നമുക്ക് ഹോൾസെയിലായിട്ട് കൊണ്ടുവന്ന് നമുക്ക് വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും നമുക്കതൊരു വലിയൊരു വരുമാനമാണ്. പിന്നെ കൂടുതൽ ഇപ്പോഴത്തെ ഒരു മേഖലയിൽ നമുക്ക് വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം, ഇതെല്ലാമാണ് നമുക്ക് ബിസിനസ്സായിട്ട് പോലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് തന്നെയല്ലേ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് സ്റ്റിച്ചിങ്ങും കൂടെ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. വീട്ടിലിരുന്ന് ചെയ്യാം, ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. പക്ഷെ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ ഇറക്കാനുണ്ടെങ്കിൽ, മൂലധനമായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ ഈ നൈറ്റിയുടെ ബിസിനസ്. പിന്നെന്താ, ആദ്യം കുറച്ച് തുടങ്ങിയിട്ട് നമുക്ക് വിറ്റ് തീർക്കാം. നമ്മുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ബേസിൽ. പിന്നെ അതൊക്കെ നമ്മുടെ ഒരു സാമർഥ്യം പോലെ ഇരിക്കും കേട്ടോ. കച്ചവടം കാര്യങ്ങളൊക്കെ എത്രത്തോളം സൗഹൃദങ്ങളുണ്ടെങ്കിൽ അത്രത്തോളം നമുക്കിതൊരു ബിസിനസ് തന്ത്രമാക്കിയിട്ട് മാറ്റാനായിട്ട് അത് സാധിക്കും. പിന്നെന്താ, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഒരുപാട് കോണ്ടാക്റ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. ഞാനിത് ഇടക്കാലത്ത് ചെയ്തിരുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷെ പിന്നീട് ഞാനത് മാറ്റി വെച്ചു. പക്ഷേ എനിക്ക് വീണ്ടും അത് താല്പര്യത്തോട് കൂടിയിട്ട് എനിക്ക് വീണ്ടും ഇത് കൊണ്ടുവരണം എന്നുള്ളത് നല്ലൊരു ആഗ്രഹമുണ്ട്. പിന്നെ വിശേഷ ദിവസങ്ങൾ, അത് നിങ്ങൾക്കറിയാം, ഓണം, വിഷു, അതുപോലെ ഉത്സവ സീസൺ, പെരുന്നാൾ എല്ലാം വരുമ്പോൾ, നോമ്പ് കാലം കഴിഞ്ഞ് ഇനി പെരുന്നാളൊക്കെ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്ക് കച്ചവട സാധ്യതയുള്ള കുറേ സമയങ്ങളല്ലേ അതൊക്കെ നന്നായി വിനിയോഗിക്കാൻ കഴിവുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ പറ്റുന്നൊരു നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെല്ലാവരും ഒരുപടി മുന്നിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് തരാൻ പറ്റുന്ന ചെറിയൊരു അറിയിപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. ഇതൊരു വിജയമായിട്ട് മാറട്ടെ എല്ലാവർക്കും.